നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിലുള്ള എക്സ്പെൻസീവായ സൂം ലെൻസുകളും അതുപോലെ ലോ ബഡ്ജറ്റിൽ വരുന്ന സൂം ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ സൂം ലെൻസുകൾ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസുകളും മറ്റൊന്ന് വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകളും. എന്താണ് ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 24-105 ഫോക്കൽ റേഞ്ചുള്ള ഒരു ലെൻസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 24 mm f4 സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളത് 105 mm അതിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അപ്പർച്ചർ റേറ്റിംഗ് മിനിമം അപ്പർച്ചർ f4 തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ മറ്റൊരു ലെൻസ്, സാധാരണ നമ്മുടെ ചെറിയ ക്യാമറകളിൽ കിറ്റ് ലെൻസ് ആയിട്ട് വരുന്ന 18-135 എന്ന ആ ഒരു ലെൻസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ 18 mm അതിൻ്റെ അപ്പർച്ചർ 3.5 സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും നിങ്ങൾക്ക് 135 mm നിങ്ങൾ അതിൻ്റെ സൂം മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ അതിൻ്റെ മിനിമം അപ്പർച്ചർ എന്നുള്ളത് 5.6 മാറി വരും. ഇതാണ് ഈ രണ്ട് ലെൻസുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. മിനിമം അപ്പർച്ചർ എന്ന് പറയുന്നത് സൂമിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റില്ല. വളരെയധികം സ്ട്രെസ്സ് നൽകുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഒരു ഹോബിയിസ്റ്റിനെ വല്ലപ്പോഴും ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകൾ. പക്ഷേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് മിനിമം ഒരു ഫിക്സ്ഡ് ആയിരിക്കണം അതിൻ്റെ വാല്യൂസ്. നമ്മൾ മാറ്റാതെ വാല്യൂസ് മാറരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകളും അതേപോലെ ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഫോക്കസ് ചെയ്ത പോയിൻ്റാണ്. നിങ്ങൾ 24 mm ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസിൽ 24 mm ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സൂം 105 mm മാറ്റിക്കഴിഞ്ഞാലും ഫോക്കസ് അത് അവിടെ തന്നെ ഉണ്ടാവും, അത് മാറില്ല, ആ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകളിലാണെങ്കിൽ നിങ്ങൾ 24 mm അല്ലെങ്കിൽ 18 mm ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 105 mm മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസും അതിൻ്റെ സ്ഥലത്ത് നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ടാവും. ഇതും ഈ ലെൻസുകളുടെ, അതായത് ഈ രണ്ട് ലെൻസുകളും ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസുകളും വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകളും വിലയുടെ കാര്യത്തിൽ ഈ രണ്ട് ലെൻസുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വളരെ കുറവാണ്. അതേപോലെ ഫിക്സ്ഡ് മിനിമം അപ്പർച്ചർ ലെൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരല്പം വില കൂടുതലുള്ളതാണ്. അതേപോലെ ഫോട്ടോഗ്രാഫറിന് സ്ട്രെസ്സ് നൽകുന്നതിലും ഈ വേരിയബിൾ മിനിമം അപ്പർച്ചർ ലെൻസുകൾ വില്ലനാണ്. പലപ്പോഴും എക്സ്പോഷർ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ലെൻസ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏത് ലെൻസാണ് വാങ്ങിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഓരോ ടൈപ്പ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ലെൻസുകളെക്കുറിച്ചും വിശദമായിട്ട് സംസാരിക്കാം.